അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉസ്താദിൻ്റെ ഹൂറി എന്നുള്ള ഈ ഒരു സ്റ്റോറി പലർക്കും ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കമൻസുകളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോറി വിടാൻ കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അറിവുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അൻസിൽ അതാ ലത്തീഫിനോട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ പലതവണ പറയാൻ വിചാരിച്ചിട്ടും പറയാനങ്ങ് തോന്നുന്നില്ല. എന്താ അളിയാ പറ്റിയേ? എന്തെങ്കിലും തലയിൽ വീണോ? അൻസിലിനെ അടിമുടി ഒന്ന് ലത്തീഫ് ഉസ്താദ് നോക്കി. അൻസിൽ അത് അവനെ ഒരു വിളറിയ ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അളിയ, അത് പിന്നെ എന്തുണ്ടെങ്കിൽ നീ പറ, എന്നോടെന്താ മറച്ചു വെക്കുന്നത്? വീണ്ടും അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടി. അൻസിലിൻ്റെ കണ്ണുകൾ നാലുപാടും ഓടിക്കളിക്കുന്നതും നെറ്റിത്തടത്തിലെ വിയർപ്പ് തുള്ളികൾ എല്ലാം എന്തൊരു വലിയ കാര്യമുണ്ടെന്ന് അൻസിലിന് പറയാനുള്ളതെന്ന് ലത്തീഫിന് മനസ്സിലായി. പറയടാ, സത്യം പറ. വെറുതെ ഒന്ന് തൻ്റെ അളിയനെ ഒരിക്കൽ കൂടി നോക്കി. അതെ, പിന്നെ അളിയ, എന്നെ ഞാൻ പറഞ്ഞങ്ങളെ തള്ളരുത് കേട്ടോ. എൻ്റെ പൊന്നും ചെക്ക, പറ, എന്തുണ്ടെങ്കിലും പറ. അതെ, അളിയൻ്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തരുമോ? ഹിബനെ, നിങ്ങളെ പോലെ വലിയ വീടും അതൊന്നും ഞങ്ങൾക്കില്ല. ഇൻഷാ അല്ലാഹ് ഉള്ളത് കൊണ്ട് ഞാൻ അവളെ നോക്കിക്കോളാം. എന്താ, എനിക്ക് തരുമോ? ലത്തീഫ് ഒന്ന് ഞെട്ടി. ഞെട്ടിൽ നിന്നും മുക്തമാവാതെ ലത്തീഫ് ഒന്നുകൂടി അൻസിലിൻ്റെ നേരെ മിഴികൾ പായിച്ചു. പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്ന അൻസിലിനെ കണ്ടതും ലത്തീഫ് ഒന്ന് പുഞ്ചിരിച്ചു. അതാണോടാ എൻ്റെ ചെക്കനെ ഇത്രയധികം നമ്മളെല്ലാ രഹസ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണവരല്ലേ. ഇതിലിപ്പോൾ എന്താ ഇത്രമാത്രം നാണിക്കാനേ? എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ ഞാൻ മാത്രമല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഞാൻ ഉപ്പയോടും ഉമ്മയോടും പിന്നെ എൻ്റെ കുഞ്ഞു പെങ്ങളോടും ഒക്കെ ചോദിച്ചിട്ട് പോരെ? സമ്മതമെന്നോണം അൻസിൽ തലയാട്ടി. അല്ല, ലുബിക്കറിയോ ഈ കാര്യം? ലത്തീഫ് ചോദിക്കുന്നു. ഇല്ല, പറഞ്ഞിട്ടില്ല. ഉമ്മാനോട് ഇന്നലെ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ചുണ്ടിലൊളിപ്പിച്ചു വെച്ച കള്ളച്ചിരിയോടെ അൻസിൽ പറഞ്ഞു. ഒരുപാട് നേരം ഇരുവരും സംസാരിച്ചു. അൻസിലിന് കോളേജിൽ പോകാൻ സമയമായതും അവൻ ഇറങ്ങി. എന്നാൽ ശരി, ഞാൻ ഉപ്പാനോട് സംസാരിക്കട്ടെ കേട്ടോ, എന്നിട്ട് വിളിക്കാം. അൻസിൽ ഇറങ്ങിപ്പോകുമ്പോൾ തോളിൽ തട്ടിക്കൊണ്ട് ലത്തീഫ് ബൈക്കിൽ കയറിയിരുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാട്ടോ. തിരിച്ചുള്ള യാത്രയിൽ ഉടനീളം അൻസിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയായിരുന്നു ലത്തീഫിൻ്റെ മനസ്സ്. എന്നാലും എൻ്റെ പെങ്ങളെ, അതൊക്കെ അതിനിടയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് കിട്ടി എനിക്കറിയില്ലേ. പഠിച്ചോനെ, നീ എനിക്കായി വിധിച്ച ഇണ ഇവൾ തന്നെ ആവണേ, അൻസിൽ മനസ്സിൽ വിചാരിക്കുന്നു. ആ ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു അവൻ്റെ മനസ്സിൽ. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പോലും അവൻ്റെ മനസ്സിൽ ഹിബൻ്റെ കാര്യമായിരുന്നു. അതെ, തനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞതും അൻസിൽ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മക്കളെ, ഞാൻ ഇപ്പോൾ വരാട്ടോ. അതെ, ഉസ്താദിന് ഒരു ഉഷാറ് കിട്ടുന്നില്ലായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ചിന്ത മറ്റെവിടെയോ ആണ്. ലൈബ്രറി ലക്ഷ്യം വെച്ചുകൊണ്ട് അതാ ഉസ്താദ് നടക്കുന്നു. പോകുന്നതിനിടെ ക്ലാസ് എടുക്കാൻ വേറൊരു ടീച്ചറിനെ ഏൽപ്പിച്ചാലോ എന്ന് കരുതി തൽക്കാലം ഒരു ഉസ്താദിനെ, അതെ ഉസ്താദെ, അല്പസമയം ഒന്ന് ക്ലാസ് എടുക്കുമോ എന്ന് പറഞ്ഞു മറ്റൊരു ഉസ്താദിനെ ഏൽപ്പിച്ചു. ലൈബ്രറിയിൽ ചുമരിനോട് ചേർന്നിട്ടിരിക്കുന്ന ബെഞ്ചിൽ അവൻ ഇരുന്നു. ദീർഘശ്വാസമെടുത്ത് കണ്ണുകൾ ഇറുക്കെ മൂടി. അതെ, ഞാൻ എങ്ങനെയാണ് ലത്തീഫിനോട് പറഞ്ഞതെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല. റബ്ബേ, എങ്ങനെയാണ് റഹ്മാനെ? എന്തായാലും പറഞ്ഞു. അല്ലാ, ഇനിയിപ്പോലെ വീട്ടുകാരും നടക്കൂലെന്നങ്ങനെ പറഞ്ഞാലോ? ചില ആളുകൾക്ക് കുടുംബത്തോട് കെട്ടിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലേ. ഒരു കുടുംബം തെറ്റിക്കഴിഞ്ഞാൽ മുഴുവൻ തെറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് റബ്ബേ. പക്ഷേ ഹിബ, ഓളെൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് പാഞ്ഞു കയറി വന്ന പോലെ മുൻപ് നടന്ന ഓരോ കാര്യങ്ങളും ഓനിലേക്ക് ഓടി അണഞ്ഞു. അതിൽ ആദ്യം വന്നത് ലത്തീഫിൻ്റെ ചോദ്യമായിരുന്നു. നീ ഹിബനെ ഒരു നോക്കുപോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ അങ്ങനെ നിനക്കോളെ കെട്ടിച്ചു തരുമെന്ന് ഒരു ചോദ്യം. എങ്ങനെയാണ് ഇപ്പോൾ അത് സംഭവം? ചോദ്യം മുഴുവനാക്കാതെ ലത്തീഫ് അൻസിലിനെ നോക്കി. മുഖത്തിൻ്റെ മഞ്ചല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ മഞ്ചാണ് എനിക്ക് വേണ്ടത്. അത് ലത്തീഫിൻ്റെ പെങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ചെറുചിരിയാലെ അവൻ പറഞ്ഞു നിർത്തി.
അത് കേട്ടതും ലത്തീഫിൻ്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി വിടർന്നു. എൻ്റെ അൻസിൽ ഉസ്താദേ, എൻ്റെ പെങ്ങളെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത്? എന്നാൽ ഈ സമയം ലത്തീഫ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഫോൺ ബെല്ലടിച്ചത്. വണ്ടി സൈഡാക്കി ഫോണെടുത്ത് പേര് നോക്കിയതും ലത്തീഫിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവയിൽ പ്രണയം നിറഞ്ഞു. എന്താണ് ബീവിയെ, ക്ലാസ്സിൽ കയറാതെ ഇന്നെ ആലോചിച്ചിരിക്കുകയാണോ? ഫോണെടുത്ത് സലാം മടക്കിക്കൊണ്ട് ലത്തീഫ് ചോദിച്ചു. അയ്യടാ, ആലോചിക്കാൻ പറ്റിയ മുഖം. അവളിൽ കുറുമ്പ് നിറഞ്ഞു. അതെന്താ ബീവിയെ, നമ്മുടെ മുഖം കൊള്ളൂലേ? ബൈക്കിൻ്റെ കണ്ണാടിയിൽ നോക്കി താടി തടവിക്കൊണ്ടവൻ ചോദിച്ചു. എൻ്റെ റബ്ബേ, നിങ്ങൾ മൊഞ്ചൻ തന്നെയാ. ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ ക്ലാസ് കഴിഞ്ഞു എന്ന് പറയാനാ. ഓ, അപ്പോൾ ക്ലാസ് കഴിഞ്ഞോ? 12:30 ഉള്ളൂല്ലോ. എന്തിപ്പത്? ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വേഗം വിട്ടു. നിങ്ങൾ വേഗം വരിക്കാ. എല്ലാവരും പോയി തുടങ്ങി. ആ, ഞാൻ വരാം. സലാം പറഞ്ഞുകൊണ്ടവൻ ഫോൺ പോക്കറ്റിലിട്ട് കോളേജും ലക്ഷ്യം വെച്ച് നീങ്ങി. കോളേജിൻ്റെ മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്ന ലുബിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. വന്ന ഉടനെ രണ്ടാളും ഫ്രഷ് ആവാനായി പോയി. ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും അൻസിൽ ലൈബ്രറിയിൽ നിന്നും പുറത്തിറങ്ങാൻ തുനിഞ്ഞതും അവൻ്റെ കണ്ണുകൾ ബെഞ്ചിലിരുന്ന ഒരു ബുക്കിൽ ഉടക്കി. കൈ എത്തിച്ചവൻ ആ ബുക്ക് കൈകളിലെടുത്തു. അള്ളാഹുവിൻ്റെ സിംഹം. ഒരു നിമിഷം ആ ബുക്ക് തിരിച്ചും മറിച്ചും നോക്കി. റബ്ബേ, ഇതേതാ ബുക്ക്? ഞാൻ വായിച്ചിട്ടില്ലല്ലോ. ബുക്കിൻ്റെ നാമം വായിച്ചതും അവൻ്റെ അതിരങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹു എന്ന് മൊഴിഞ്ഞു. അതെ, ഹംസത്തിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്, കഥകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സിംഹം എന്ന് പറഞ്ഞപ്പോൾ റബ്ബേ. ആ ബുക്ക് നെഞ്ചോട് ചേർത്ത് കൊണ്ടവൻ പുറത്തേക്ക് നടന്നു. അവൻ നടന്നു നീങ്ങിയതും പ്യൂണ് വന്ന് ലൈബ്രറി പൂട്ടി താക്കോൽ കൊണ്ടുപോയി. സഹപ്രവർത്തകനോട് യാത്ര പറഞ്ഞവൻ വീട്ടിലേക്ക് തിരിച്ചു. എന്നത്തെയും പോലെ നമസ്കാരശേഷം അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ലുബി ഉള്ളത് കൊണ്ട് വീട്ടിൽ ആളിനൊക്കെ ഉണ്ടെന്ന് പറയാം. ഹിബൻ്റെ എല്ലാ കുറുമ്പും ഇപ്പോൾ ലുബിയിലുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്നു. ശേഷം അവർ കിടക്കാനായിട്ട് പോയി. ഇക്കു. എന്താടി? ഇന്ന് എനിക്കൊരു മധു പാട്ട് പാടിത്തരുമോ? ലുബി കൊഞ്ചിക്കൊണ്ട് ലത്തീഫിനെ നോക്കി. ലുബി മോളെ, നാളെ മതിയോ? മധു, അത് എൻ്റെ സൗണ്ട് അത്ര കൊണ്ട് ശരിയല്ല വേണേ. ഇക്കാൻ്റെ കുട്ടിക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. കഥയോ? ഓ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കഥ. എന്നാൽ കഥയെങ്കിൽ കഥ. പിന്നെ ഇക്കാൻ്റെ മദർ സോങ് കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതാണ് കേട്ടോ ഞാനങ്ങനെ പറയുന്നത്. എൻ്റെ ലുബിമോളെ, ഇന്നെന്തായാലും ഒരു കഥയാക്കാം. എന്ത് കഥയാ? സൂഫിയെ പ്രണയിച്ച സുന്ദരി. ആ, മാഷാ അല്ലാ, നല്ല കഥയായിരിക്കില്ലേ? ആ, കേട്ടു നോക്കാം. എന്നേ പറയട്ടെ? പറഞ്ഞോളൂ. അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അതാ ഉസ്താദ് കഥ പറയാൻ തുടങ്ങി. അഹ്മദ് ബിൻ സഈദ് എന്ന കൂഫക്കാരനായ ജ്ഞാനി തൻ്റെ പിതാവിൽ നിന്നും കേട്ട ഒരു സംഭവം രേഖപ്പെടുത്തിയത് ഇങ്ങനെ വായിക്കാം. കഥ കേൾക്കുന്നുണ്ടോ ലുബി? കേൾക്കുന്നുണ്ട്. ആ, എന്നാ കേട്ടോ. കൂഫയിൽ ഭക്തനായൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഭക്തൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നല്ല പടച്ചോനെ പേടിയുള്ള. എനിക്കറിയാം. ഓ, നിങ്ങൾ വിചാരം ഉസ്താദ്മാർക്ക് അതൊക്കെ അറിയുള്ളൂ വിചാരിച്ചിക്ക. എന്നാ കേട്ടോ. അങ്ങനെ ഭക്തനായൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നിരന്തരം പള്ളിയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എപ്പോഴും പള്ളിയിൽ പോകും. വളരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പള്ളിയിൽ നിന്നും അദ്ദേഹം പുറത്തു പോയിരുന്നുള്ളൂ. വളരെയധികം സുമുഖനും സുശീലനുമായിരുന്നു. എന്ന് വെച്ചാൽ അറിയില്ലേ, സുന്ദരനായിരുന്നു. എനിക്കറിയാം, പറയ്. ആ ചെറുപ്പക്കാരൻ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ആ മുഖം ആരെയും വശീകരിക്കുന്നതായിരുന്നു. ആ വ്യക്തിത്വം, ഒത്ത വലിപ്പം, അതിന് മാറ്റുകൂട്ടുന്ന ആകാരവും. അതെ, ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രീക്കൻ യുവാവ് എന്ന് പറയാം. ലുബി വായ്പൊത്തി ചിരിച്ചു. എന്നിട്ട്? പക്ഷെ ആരാധനയിലും ദൈവസ്മരണയിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആനന്ദം. യുവത്വത്തിൻ്റെ പ്രസരിപ്പിലും ഇഷ്കിൻ്റെ സ്വാദ് അദ്ദേഹം നുണഞ്ഞിരുന്നു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുമായി ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ നാട്ടിലെ സുന്ദരിയായൊരു ചെറുപ്പക്കാരി അദ്ദേഹത്തെ കാണാനിടയായി. ആ സുന്ദരവദനം അവളെ വല്ലാതെ ആകർഷിച്ചു. അതെ, അദ്ദേഹത്തിൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചുണ്ടുകൾ, ആ കണ്ണുകൾ, അദ്ദേഹത്തിൻ്റെ ശരീരം, അതെ,
അത്രക്കും ഭംഗിയുള്ളതായിരുന്നു. ആ പെൺകുട്ടിക്ക് അത് വളരെയധികം അങ്ങ് ഇഷ്ടമായി. അന്ന് മുതൽ അവളുടെ ഹൃദയത്തിൽ അവൻ കൂട് കെട്ടിത്തുടങ്ങി. മനസ്സിലെ ഇഷ്ടം വല്ലാതെ മൂർച്ഛിച്ചപ്പോൾ അത് ചെറുപ്പക്കാരനോട് തുറന്നു പറയണമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. റബ്ബേ, എൻ്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും ആ ചെറുപ്പക്കാരനോട് പറയാതിരുന്നാലിപ്പോൾ കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും തൻ്റെ ഇഷ്ടം അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോവും. കാരണം അത്രക്കും സുന്ദരനായ യുവാവിനെ ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നു. അതെ, അദ്ദേഹത്തിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷെ പറയാതെ എങ്ങനെ? ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ അവൾ കാത്തിരുന്നു. ഒന്നും അറിയാത്ത ചെറുപ്പക്കാരൻ പതിവ് പോലെ പള്ളിയിലേക്ക് ആരാധനകൾക്കായി നടന്നു നീങ്ങുകയാണ്. അടുത്തെത്തിയപ്പോൾ വഴിവെക്കൽ കാത്തിരുന്ന പെൺകുട്ടി അന്നും അത് അവൾ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ നീട്ടി വിളിച്ചു. ഭക്തിയോടുകൂടി എന്നും പതിവ് പോലെ പോകുന്ന അദ്ദേഹം അന്നും പള്ളിയുടെ അരികിലെത്തിയപ്പോൾ ഇവൾ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഈ പെണ്ണ് അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഹേയ് സഹോദരാ. ഒരു നിമിഷം അയാൾ തിരിഞ്ഞു നോക്കി. അതവിടെ നിന്നു. എന്താണെന്നുള്ള അർത്ഥത്തിൽ. സഹോദരാ, അത് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത്? അത് കേൾക്കുവാൻ മനസ്സ് കാണിക്കുമോ? യുവാവ് അവൾ പറയുന്നത് ശ്രദ്ധിച്ചത് തന്നെയില്ല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം മുന്നോട്ട് തന്നെ നടന്നു. അതെ, പള്ളിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ സംസാരിക്കാം എന്നതായിരുന്നു ചിന്ത. കുറെ കഴിഞ്ഞപ്പോൾ യുവാവ് തിരിച്ചു വരുന്നേയില്ല. അവൾ കാത്തിരുന്നു. വീണ്ടും അല്പസമയം കൂടി കാത്തിരുന്നപ്പോൾ അതാ യുവാവ് ആരാധനകൾ കഴിഞ്ഞ് മടങ്ങി വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ വഴിവെക്കിൽ നിന്നും വീണ്ടും തൻ്റെ അതേ ചോദ്യം ആവർത്തിച്ചു. അല്ലയോ യുവാവേ, എന്നെ ഒന്ന് ശ്രദ്ധിക്കുമോ? ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ ഒരു നിമിഷം തല താഴ്ത്തി അവിടെ നിന്നു. തന്നോട് സംസാരിച്ച യുവതിയോട് ഇങ്ങനെ പറഞ്ഞു. സഹോദരി, ഇത് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇവിടെ വെച്ച് നാം സംസാരിച്ചാൽ ആളുകൾ നമ്മെ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടലിനെ ഞാൻ വെറുക്കുന്നു. ഒരിക്കൽ പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദര, അത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. യുവതി പറഞ്ഞു തുടങ്ങി. ജനങ്ങൾ ഇതറിയുകയും വേണം. അതെ, എല്ലാ ജനങ്ങളും അറിയണം. ആ പെണ്ണിൻ്റെ വാക്കുകൾ കേട്ട് ആ യുവാവ് ഞെട്ടിപ്പോയി. എന്താണ് നിങ്ങൾ പറയുന്നത്? അതെ, എനിക്ക് താങ്കളോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. ഒത്തിരി കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്ന മുഖമാണ്. എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഹൃദയം അങ്ങയിൽ ഉടക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെയും താങ്കളുടെയും കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതെ, എനിക്ക് അങ്ങില്ലാതെ കഴിയുന്നില്ല. അങ്ങയുടെ മുഖം എൻ്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും എനിക്ക് അങ്ങില്ലാത്ത ജീവിതം കഴിയില്ല. യുവതി തുറന്നു പറഞ്ഞപ്പോൾ യുവാവ് ശരിക്കും ഞെട്ടി. സംസാരം കഴിഞ്ഞ് യുവാവ് തൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തി വീണ്ടും ആരാധനകളിൽ മുഴുകാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ മനസ്സിൽ യുവതിയെ കണ്ടുമുട്ടിയ ഈ സംഭവം കിടന്ന് കളിക്കാൻ തുടങ്ങി. അള്ളാഹുവിലേക്ക് എത്രമാത്രം ആരാധനയിലേക്ക് പ്രവേശിച്ചിട്ടും ആ പെണ്ണ് പറഞ്ഞ ആ വാക്കുകൾ, റബ്ബേ, അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തകൾ മാറി മറിഞ്ഞിരുന്നത്. ഇല്ലല്ലാ, എനിക്ക് എൻ്റെ ആരാധന പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. എനിക്കതിന് കഴിയുന്നില്ലല്ലോ. അതെ, ആ പെണ്ണ് പറഞ്ഞ വാക്കുകൾ, അവളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. ആ വിഷയം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആ മനസ്സ് ആഗ്രഹിച്ചു. അല്ലാ, എൻ്റെ ആരാധനകളിൽ പിഴവ് സംഭവിക്കുകയാണല്ലാ. ഞാൻ ഇത്രയധികം പടച്ച റബ്ബിലേക്ക് അടുത്തിട്ടും എനിക്ക് ആ പെണ്ണ് പറഞ്ഞ കാര്യം, ആ പെൺകുട്ടിയോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. ആ യുവാവ് തീരുമാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കും ഇത് മാറാൻ പാടില്ല റബ്ബേ.
ഇത് തെറ്റായി പോകും, അത് ഹറാമിലേക്ക് നയിക്കപ്പെടും. റഹ്മാനെ, പഠിച്ചോൻ്റെ ശിക്ഷ അത് ഞാൻ ഭയക്കുന്നുണ്ട്. നമസ്കരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന അദ്ദേഹം ഒരു നിമിഷം പിന്നോട്ട് നിന്നു. ശേഷം ഒരു കഷ്ണം കടലാസെടുത്ത് അതിൽ ചില കാര്യങ്ങൾ എഴുതി. അതെ, അതുമായി വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ താൻ എന്നും പള്ളിയിൽ പോകുന്ന സമയത്ത് ആ പെൺകുട്ടി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അന്നും അതുപോലെ തന്നെ നോക്കുമ്പോൾ യുവതി തൽസ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, അവളിലേക്ക് അയാൾ അടുത്തു വരികയാണ്. യുവതിയുടെ മനസ്സിൽ സന്തോഷം. എന്തെങ്കിലും അയാളിൽ നിന്നൊരു വാക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കാത്തിരിക്കുകയാണ് ആ പെണ്ണ്. അദ്ദേഹം ആ കത്ത് അവൾക്ക് നേരെ നീട്ടി. തിരിച്ചു നടന്നു. അവളത് വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അതെ, 100 പ്രതീക്ഷകളായിരുന്നു. അതെ പെണ്ണേ, നിനക്ക് അതല്ല, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നതായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളായിരുന്നു അവളുടെ മനസ്സിൽ. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നറിയുവാൻ വേണ്ടി അവളുടെ മനസ്സ് കൊതിച്ചു പോയി. എൻ്റെ പ്രിയപ്പെട്ട സുന്ദരനായ യുവാവേ, അങ്ങിൽ ഞാൻ വല്ലാതെ ആകൃഷ്ടനായി കഴിഞ്ഞു. അപ്പോഴും അവളുടെ ചിന്ത അതായിരുന്നു. അതെ, കത്തു തുറന്നപ്പോൾ അതിൽ സ്വന്തം കൈപ്പടയിൽ യുവാവ് എഴുതി വച്ചത് ഇങ്ങനെയായിരുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരി, അടിമ ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹു ആദ്യം അത് ക്ഷമിക്കും. വീണ്ടും അവനത് ആവർത്തിച്ചാൽ അള്ളാഹു അത് മറച്ചു വെക്കും. എന്നാൽ മൂന്നാമതും അവനത് ആവർത്തിച്ചാൽ അള്ളാഹു അവനോട് കോപിക്കും. അള്ളാഹുവിൻ്റെ കോപത്തെ താങ്ങാൻ ആർക്കാണ് കഴിയുക? നീ എന്നോട് പറഞ്ഞ കാര്യം അസത്യമാണെങ്കിൽ നിന്നോട് ഇത്രമാത്രം എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആകാശഭൂമികൾ തകിടം മറിയുന്ന ആ ഭയാനകമായ ദിവസത്തെ നീ ഓർക്കുക. അള്ളാഹു അല്ലാതെ അന്ന് അഭയം മറ്റൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ നിസ്കരിച്ച് കൊണ്ടുവരാൻ വേണ്ട പോലെ സാധിക്കുന്നില്ല. എൻ്റെ മനസ്സാകെ മാറുകയാണ്. അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിൽ നിന്ന് എൻ്റെ മനസ്സ് തെന്നി മാറുകയാണ്. പിന്നെങ്ങനെയാണ് ഇപ്പോൾ നിന്നെയും കൂടി ഞാൻ ഏറ്റെടുക്കുക? ഇപ്പോൾ തന്നെ നീ അത് പറഞ്ഞതിന് ശേഷം എൻ്റെ ആരാധനകളിൽ വലിയ പിഴവ് സംഭവിക്കുന്നുണ്ട് സഹോദരി. നിന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഇനി നീ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ നിനക്ക് നിൻ്റെ വേദനകളെല്ലാം ഇറക്കി വെക്കാൻ പറ്റിയ ഒരിടം ഞാൻ പറഞ്ഞു തരാം. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ആണത്. നിന്നെ നോക്കുവാനും സംരക്ഷിക്കുവാനും അവൻ എത്രയോ മതിയായവനാണ്. അവനോട് നീ നിൻ്റെ സ്വകാര്യങ്ങളെല്ലാം പറയുക. അവനെ വിട്ട് നമുക്ക് മറ്റെവിടേക്ക് പോകാനാണ്? കത്ത് വായിച്ചു തീർന്നപ്പോൾ യുവതിയുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ മിന്നിമറയാൻ തുടങ്ങി. പിന്നീട് ദിവസങ്ങളോളം അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചിന്തയിലായിരുന്നു അവൾ. അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യുവാവ് തന്നെ പലതിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നതെന്ന കാര്യം അവളെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതെ, ആ യുവാവിനെ ഞാൻ തെറ്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹത്തിൽ അലിഞ്ഞു ചേരാൻ എൻ്റെ മനസ്സ് തുടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അത് അവളുടെ ഉള്ളിലെവിടെയോ ഒരു ചൂട് പകർത്തി. അതൊരു വെളിച്ചമായി പിന്നീട് മെല്ലെ മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്നു. അതെ, ആ അള്ളാഹുവിനെ അടുത്തറിയാനും അവനെ പ്രണയിക്കാനും അവൾ തീരുമാനിച്ചു. ദിവസങ്ങൾ അങ്ങനെ ഇഴഞ്ഞു നീങ്ങി. ഉള്ളിൽ വീണ്ടും ചിന്തകളുടെ തിരയിളക്കം. പുതിയ പരിതസ്ഥിതിയിൽ കാര്യം തീരുമാനിക്കണമെന്ന നിശ്ചയത്തോടെ യുവതി വീണ്ടും അതേ വഴിയിൽ യുവാവിനെ കാണാനായി ചെന്നു നിന്നു. ഇക്ക വീണ്ടും പോയോ? എന്താ, കഥ കേട്ട് മടുത്തോ? അല്ല, ഞാൻ എന്നിട്ട് കഥ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയില്ലേ? ആ അതെ, ബാക്കി പറയൂ. അന്നും യുവാവിനെ കാണുവാൻ വേണ്ടിയിട്ട് യുവതി പോയി. പഴയ പോലെ പള്ളിയുടെ അടുക്കൽ കാത്തു നിന്നു. അപ്പോഴേക്കും അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് മാറിക്കഴിഞ്ഞിരുന്നു. ദൂരെ നിന്നും പെൺകുട്ടിയെ കണ്ട യുവാവ് ആ വഴിയെ വരാൻ മനസ്സ് കാണിച്ചില്ല. അതെ, ദൂരെ നിന്ന് ഈ പെണ്ണ് കാത്തിരിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ആ വഴി വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തിരിഞ്ഞ് മറ്റൊരു വഴിക്ക് പോകാൻ ഭാവിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട യുവതി ഉറക്കെ വിളിച്ചു പറഞ്ഞു: സഹോദരാ, ഒരൊറ്റ തവണ കൂടി അങ്ങയെ കാണാൻ എന്നെ അനുവദിക്കണം.
ഇനി അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചല്ലാതെ ഞാൻ അങ്ങയെ കണ്ടുമുട്ടുകയില്ല. അവൾ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ഇത് പറഞ്ഞ് സ്ത്രീ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ശേഷം താങ്കളുടെ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് യുവാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. തനിക്ക് എന്തെങ്കിലും വിലപ്പെട്ടൊരു ഉപദേശം നൽകണമെന്നായിരുന്നു അവസാനം ചെറുപ്പക്കാരനോട് യുവതി ചോദിച്ചത്. മനസ്സ് മാറിയ യുവതിക്ക് നല്ലൊരു ഉപദേശം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. നിന്റെ ശരീരത്തിൻ്റെ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുക. നിന്റെ ശരീരം ഒരാളുടെ മുമ്പിലും നീ കാഴ്ചവെക്കരുത്. അതെ, അത് എത്ര സുന്ദരനാണെങ്കിൽ പോലും നീ നിന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക. ഇതായിരുന്നു അദ്ദേഹം നൽകിയ ഉപദേശം. ശേഷം സൂറത്തുൽ അൻആമിലെ 6-ാമത്തെ സൂക്തം ഓതി കേൾപ്പിച്ചു. രാപ്പകലുകളിൽ മനുഷ്യൻ ചെയ്യുന്ന സർവ്വ ചെയ്തികളും അള്ളാഹു വ്യക്തമായി അറിയുന്നുണ്ടെന്ന് അവളെ ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ യുവതിയുടെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് വിനയാന്വിതമായി കഴിഞ്ഞിരുന്നു. ദൈവഭയം കൊണ്ട് അത് വിറയാർന്നു തുടങ്ങിയിരുന്നു. അല്ലാ, എൻ്റെ തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാ. തനിക്ക് പറ്റിയ അബദ്ധ ചിന്തകളെക്കുറിച്ചെല്ലാം ഓർത്ത് ആ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. പിടിച്ചു നിൽക്കാനാകാതെ ആ കണ്ണുകൾ അണ പൊട്ടിയൊലിച്ചു. ആ ഹൃദയത്തെ കഴുകിത്തുടച്ച് പരിശുദ്ധമാക്കാൻ മാത്രം പോരുന്നതായിരുന്നു ആ ഓരോ കണ്ണീർ തുള്ളികളും. ഈ സംഭവത്തോടെ യുവതി വീണ്ടും മാറി. പിന്നീട് സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു അവളുടെ ജീവിതം. നിരന്തരം ആരാധനകളിലും ദൈവസ്മരണകളിലുമായി അത് മുന്നോട്ടൊഴുകി. അള്ളാഹു മനസ്സിലെ ഇഷ്ടഭാജനമായി മാറി. അതെ, എപ്പോഴും അല്ലാ എന്നുള്ള ആ ചിന്തയിൽ യുവതി അവിടെ കഴിഞ്ഞു. സദാ ആ ചിന്ത ഹൃത്തടത്തിൽ കുളിരി പെയ്യിപ്പിച്ചു. അള്ളാഹുലേക്ക് അടുത്തപ്പോൾ ഓൾക്ക് വല്ലാത്തൊരു കുളിര്. ഒടുവിൽ ധ്യാനനിഗ്നമായ ആ ജീവിതം അങ്ങനെ തന്നെ അവസാനിച്ചു. തൻ്റെ മനക്കൊട്ടാരത്തിലെ ഇഷ്ടഭാജനമായ അള്ളാഹുങ്കിലേക്ക് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറന്നുപോയി. എന്നാൽ വിവരമറിഞ്ഞ ചെറുപ്പക്കാരന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കണ്ട ആളുകൾ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചു. അല്ലയോ യുവാവേ, നിങ്ങളെന്താ ഇങ്ങനെ കരയുന്നത്? കാര്യങ്ങൾ യുവാവ് വിശദീകരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, മുമ്പ് അവള് താങ്കളെ തേടി വന്നു, പക്ഷേ അന്നങ്ങ് അവളെ തിരിച്ചയച്ചു. എന്നിട്ട് അവൾ മരിച്ചപ്പോൾ അങ്ങ് കരയാൻ പാടില്ലല്ലോ. നിങ്ങളല്ലേ അവളെ തിരിച്ചയച്ചത്? ശരിയാണ്, അന്ന് അവൾ സർവ്വ ആഗ്രഹങ്ങളിലെയും അവളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ മുളയിലെ നുള്ളിക്കളഞ്ഞു. വളരെ പണിപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആ ത്യാഗത്തെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്കുള്ള വലിയൊരു നിക്ഷേപമായി ഞാൻ സമർപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അവളിതാ ഉന്നത ഭക്തിയായി ജീവിച്ച് സുന്ദരമായി മരണപ്പെട്ടിരിക്കുന്നു. അവൾ കാരണം ഞാൻ എന്നെ നിയന്ത്രിച്ചു. അള്ളാഹുവിൽ സമർപ്പിച്ച ആ നിക്ഷേപത്തെ ഇനി നാളെ അവൻ്റെ അടുത്തു നിന്നും തിരിച്ചു ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. അതെ, അവൾ നല്ലൊരു പെണ്ണായിട്ടാണ് മരണപ്പെട്ടത്. അള്ളാഹുവിനെ കൊതിച്ച ആ പെണ്ണ് മരണപ്പെട്ടപ്പോൾ ഇഷ്കിൻ്റെ ആഴങ്ങളിൽ വിഹരിക്കുന്ന ആ യുവാവിൻ്റെ മനസ്സിനേറ്റ താപം ശരിക്കും അവർ തിരിച്ചറിഞ്ഞു. എന്താ എൻ്റെ ബീവിക്ക് കഥ ഇഷ്ടപ്പെട്ടോ? മാഷാ അല്ലാ. എന്നാലും എനിക്കൊരു സങ്കടം. എന്താടി? ആ യുവതി നല്ല സ്ത്രീയായി മാറിയല്ലോ. അങ്ങനെയെങ്കിൽ ആ സുന്ദരനായ യുവാവിന് അവളെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ മരണപ്പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ ഒരു ചിന്തയുണ്ടാവില്ല പെണ്ണേ. അതെ, ആ മഹദി അള്ളാഹുവിലേക്ക് അടുത്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചു. എപ്പോഴും ആരാധനകളിലായി അള്ളാഹുവിലേക്ക് സന്തോഷത്തോടെ പോയി, അല്ലേ? ലുബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർന്നൊഴുകി. ലത്തീഫ് ഉസ്താദ് ആ കണ്ണുകൾ തുടച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സ്റ്റോറി പലർക്കും ഇഷ്ടമല്ല എന്ന് കമൻറ്റ്സിൽ എഴുതിയിരുന്നു കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളവർ മാത്രം ഇതുപോലെ ചരിത്ര കഥകൾ ഇതിലുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറ്റുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും തരണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരണം ചെയ്യണേ ഇൻഷാ അല്ലാ.